അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. മൈ ഫാദർ ഇസ് മൈ ഹീറോ. എന്താണോ നിങ്ങൾ ചെളി തെറിപ്പിച്ചപ്പോഴേ മോക്ക് നല്ല വിഷമമായി. അവളോടൊരു സോറി പറഞ്ഞിട്ട് പോവാമോ? പ്ലീസ്. അയ്യേ, ഇതിനാണോ ഞാൻ നേരത്തെ ഇത്രയും ബിൽഡപ്പ് കൊടുത്തേ? സോറി പറയാൻ സൗകര്യമില്ല. താനെന്ത് ചെയ്യും? അവളൊരു കൊച്ചുകുട്ടിയല്ലേ. കിടന്ന് ചെലക്കാതെ വണ്ടി എടുത്ത് മാറ്റണോ? ഇല്ല ഇടിച്ചു മാറ്റി പോകും ഞാൻ. അവന്റെ ഒരു മോളും സോറി. ഒരു സോറി. അച്ഛൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. ചീത്ത പറഞ്ഞതിന് ദേഷ്യം വന്നിട്ടാ അവൻ അങ്ങനെ അങ്ങ് പോയത്. ഹീറോ ആണെന്ന് പറഞ്ഞിട്ട് ജോക്കർ ആയി പോയില്ല അച്ഛാ. അല്ല, അത് പിന്നെ വഴി കാണുന്നവരോട് എന്തിനാ വഴക്ക് കൂടുന്നേ? അച്ഛനെ കൊണ്ട് ആരുടെ അടുത്തും വഴക്ക് കൂടാൻ പറ്റില്ല. ഇങ്ങനൊരു പേടിത്തൊണ്ടൻ. അത് പോട്ടെന്നേ, നമുക്ക് പറപ്പിക്കാം. അയ്യോ വേണ്ടേ. അച്ഛന്റെ സ്പീഡിൽ പോയാ മതി. ശ്രേയോട് ഞാൻ പറഞ്ഞോളാം, എന്റെ ഹീറോയ്ക്ക് അല്പം സ്പീഡ് കുറവാണ്. പോവാം. അച്ഛന്റെ പൊന്നല്ലേ. സോറി. വാ, വണ്ടി കയറ. നീ ഇങ്ങനെ തനിച്ച് ജീവിക്കുന്നത്? നിനക്കൊരു ജീവിതം വേണ്ടേ? ഒരിക്കൽ പരീക്ഷിക്കപ്പെട്ട് തീയിൽ വീണതാ ഞാൻ. ഇനി പൊള്ളാൻ വയ്യ. ചേലോടെൻ കനവാകുമാറാണവൾ, നൂറായിരം മോഹങ്ങളിൽ മിഴിച്ചിന്നാരാണവൾ. കരളിലെ വരമുരളിയിലൊരു തരളിതലയരാഗം, അതിലൊരു
മനസ്സിലെ അനുരാഗങ്ങളിൽ ആരാരോ നീയാരോ അഴകേ മിന്നാതെ മിന്നും നിലവായി കാതോരം തേനോരും ഈണങ്ങൾ നീട്ടാനായി എന്നും വരുമോ തിരക്കി ചെന്നിട്ട് ഒന്ന് കാണാനും പറ്റിയില്ല. ഇനി എന്തായാലും തമ്മിലൊരു കാഴ്ചയില്ല. എവിടെയായാലും സുഖമായിരിക്കട്ടെ. ആരാരോ നീയാരോ അഴകേ മിന്നാതെ മിന്നും മോനെ, ഭക്ഷണം മുഴുവനും കഴിക്കണേ. കൂട്ടുകാർക്കെടുത്ത് കൊടുക്കരുത്. അപ്പൊ ഇന്നാൾ അമ്മമ്മ നിത്യാമ്മയോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ, നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നതാ ശരിയെന്ന്. അതോ അത് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിന്റെ കാര്യമല്ല. സ്കൂളിൽ നന്നായിട്ട് പഠിക്കണമെങ്കിലേ വയറ് നിറച്ച് കഴിക്കണ്ടേ, അതാണ് പറഞ്ഞത്. എല്ലാവരും ഓരോന്നിടത്ത് ഓരോന്നാ പറയുന്നത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതെന്താന്നറിയോ, ഈ കുഞ്ഞു തലയിൽ ആവശ്യമില്ലാത്ത അത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിച്ചിട്ടാ. അമ്മമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്നും അമ്മമ്മ എന്നെ സ്കൂളിലാക്കിയിട്ട് അമ്പലത്തിലേക്കല്ലേ പോകുന്നത്? അതെന്തിനാ? പ്രാർത്ഥിക്കാൻ. മോന് വേണ്ടിയും നിത്യാമ്മയ്ക്ക് വേണ്ടിയും ജ്യോതി അമ്മയ്ക്ക് വേണ്ടിയും ശരവണന് വേണ്ടിയൊക്കെ അമ്മമ്മ പ്രാർത്ഥിക്കണ്ടേ? എന്നാലല്ലേ ദൈവങ്ങള് എല്ലാവർക്കും നല്ലത് വരുത്തൂ. അപ്പൊ എന്റെ ക്ലാസ്സിലെ കൂട്ടുകാർക്കും ടീച്ചർമാർക്കും നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കണോ അല്ലേ? പിന്നെ പ്രാർത്ഥിക്കണം. എന്നാ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. അമ്മമ്മയുടെ കൂടെ അമ്പലത്തിലേക്ക് വരാം. അവർക്കൊക്കെ നല്ലത് വരട്ടെ അമ്മമ്മേ. ഇതിനാ ചോദിച്ചു തുടങ്ങിയതല്ലേ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് പഠിക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസിന് അവരുടെ പഠിപ്പാണ് കർമ്മം. അപ്പൊ എന്നെ കൊണ്ടുപോകത്തില്ലേ? ക്ലാസ്സില്ലാത്ത ദിവസം കൊണ്ടുപോകും. ക്ലാസ്സില്ലാത്ത ദിവസം എനിക്ക് ഉറങ്ങണ്ടേ? റെസ്റ്റ് എടുക്കണ്ടേ? ഇത്രയുള്ള കുട്ടികളെ ഒന്നും ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് അമ്മമ്മേ. എന്റെ മോനിപ്പോ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചോ. അതിനുള്ള കൂലിയൊക്കെ എന്റെ മോൻ വലുതാവുമ്പോ ദൈവം തന്നോളും. ദൈവത്തിനെന്താ ഇപ്പം തന്നാല്? എന്നാ മോൻ പൊയ്ക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം മോന്റെ ടീച്ചർമാർക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടി അമ്മമ്മ പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിലേ മാത്സ് എടുക്കുന്ന ആതിര ടീച്ചറില്ലേ, ടീച്ചറിനോണ്ട് പ്രാർത്ഥിക്കണ്ട. അതെന്താ? മിസ് ഇത്തിരി കുഴപ്പമാണെന്നേ. അനുഭവിക്കട്ടേന്ന്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. ശരി അമ്മമ്മേ. സാർ ഒന്ന് രണ്ട് പേപ്പേഴ്സുകൂടെ കൊണ്ടുവന്നാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ആയിക്കോട്ടെ. സാറേ, യെസ്. ഈ ഫയലിലെ ഡീറ്റെയിൽസ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഈ പേപ്പേഴ്സ് എല്ലാം അവിടെ ഓഫീസിൽ കൊടുത്താൽ മതി. ഓക്കെ സർ. പ്രപ്പോസൽ എന്തെങ്കിലും ഓക്കെ ആണ് എന്നെ അറിയിച്ചാൽ മതി. ശരി സാർ.
അവരുടെ ഡിമാൻഡ്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. സാർ പറഞ്ഞതുപോലെ ക്ലിയർ ചെയ്യാം. ആ, okay. ഓക്കെ അല്ലേ? ശരി. ആ ശരി എന്നാ. ആ ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ജ്യോതിക്ക് ചേർന്ന പ്രൊഫൈൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാ. ആ ശരി മാഡം, ഞാൻ കുറച്ച് പ്രൊഫൈൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ്. ഓരോ ഫോട്ടോസിന്റെ ബാക്കിലും അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. മേഡം ഇരിക്കും. താങ്ക് യു. മേഡം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ. അരികെ ആരോ മൂളിയോ നീ എനിക്കുള്ളതാണെന്നറിഞ്ഞവോ കനവേ കാറ്റായി എന്റെ കൂടേറിയോ തൂവലാൽ എന്റെ ചാരെ വന്നതാരേ ഇഴനെയും ഈ ജീവയാനം ഇനിയെന്നും നീ എന്റെ ലോകം നിനച്ചിരുന്നു ഈരന്നിലാവിൻ താരങ്ങളായി തിരിനീട്ടും മാംഗല്യദീപം ഇനിമൂടും രാവിന്റെ നാളം നീ തൊടും നേരമെൻ മായാമാനസം പൂവിടും നീരാടി നീ എന്നിലാകെ നീ തേടുന്ന കാളിന്തിയായി ഞാൻ മായാതെ മാനം തടഞ്ഞു മാറിച്ചിന്തു മാണിക്കവില്ലേ ആരാനും ആരാനുമൊന്നും കാണാതെന്റെ കാതോരമോതി മാധുര്യമേറുന്ന നോവിൽ പ്രാണൻ ഞാൻ തരാം ഇഴനെയും ഈ ജീവയാനം ഇനിയെന്നും നീ എന്റെ ലോകം നിറച്ചു ഈറന്നിലാവിൽ താരങ്ങളായിരോ തിരിനീട്ടും മാംഗല്യദീപം എരിമോടും രാവിന്റെ നാളം നീ തൊടും നേരമെൻ മായാമാനസം പൂവിടും ആ ഇയാള് എൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ തന്നെ ആദ്യമായിട്ടാ കാണുന്നത്. താൻ എന്തിനാ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ഏത് കല്യാണത്തിന്? ഞാനുമായിട്ടുള്ള വിവാഹത്തിന്. അല്ല, സെക്കൻഡ് മാരേജ് ആണെന്ന് വ്യക്തമായി പ്രൊഫൈലിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തിനാ ഈ വേഷം കിട്ടുന്നേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ഒരുത്തനായതുകൊണ്ട് എന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടാനൊക്കെ ആൾക്കാരുണ്ട്. അത് മാത്രം നോക്കിയിട്ടാണല്ലേ താനും ഇറങ്ങി പുറപ്പെട്ടത്? തനിക്ക് എന്താ വട്ടുണ്ടോ? ഇന്നെന്താ ഗുളിക കഴിക്കാൻ മറന്നുപോയോ?
തന്നെ പുലരാളെ കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എങ്കിൽ പിന്നെ എന്റെ അമ്മാവനെ എന്തിനാ വിളിച്ചത്? എന്തിനാ ഇവിടെ വന്ന് കാത്തിരുന്നത്? ഞാൻ തന്നെ കാത്തിരുന്നോ? ദേ, എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല. അത് പറഞ്ഞാല് തന്നെ വിളിച്ച ആളുണ്ടല്ലോ, എന്റെ അമ്മാവൻ. അദ്ദേഹം അത് കേൾക്കത്തൊന്നുമില്ല. പകരം താൻ അദ്ദേഹത്തെ വിളിച്ച് പറയണം, എന്നെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വിവാഹത്തിന് സമ്മതമല്ലാന്ന്. ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടിയതിന്റെ കൂലിയായിട്ട് തിരിച്ചു പോകാനുള്ള ടാക്സി ഫെയർ, പിന്നെ നഷ്ടപരിഹാരം എന്തെങ്കിലും വേണമെങ്കിൽ അതും എല്ലാം ഇതിനകത്തുണ്ട്. ഓ, താൻ ഭയങ്കരനാണല്ലോ. ഇങ്ങനെ സ്ഥിരമായി പെൺകുട്ടികൾക്ക് കാശ് കൊടുക്കാറുണ്ടോ? നിന്നെ പോലെ ചിലർക്ക്, എന്റെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നവർക്ക്. താൻ കൊള്ളാവുന്നൊരു കാശുകാരനാണെന്ന് മനസ്സിലായി. ഓ, പക്ഷെ ഈ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. താൻ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല ഞാൻ. നീ ഏത് തരക്കാരിയാണെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇനി എന്റെ അമ്മാവനെ വിളിക്കാനും പാടില്ല, ഈ ആലോചന പ്രൊസീഡ് ചെയ്യാനും പാടില്ല. മനസ്സിലായോ? ഇയാളിത് എന്തൊക്കെയാ പറയുന്നേ? എടോ, തന്നെ പോലൊരു കോന്തന്റെ ആലോചന തേടി വന്നാ പോലും അതിന് ഞാൻ എസ് പറയില്ല. ഇങ്ങനെ വെട്ടുപോത്ത് പോലെ പെരുമാറുന്ന തന്നെ ആരിഷ്ടപ്പെടാനോടോ? ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. തനിക്കെന്നെ ഇത്രയൊക്കെ പറയാം, പിന്നെ ഞാൻ തിരിച്ചു പറഞ്ഞ എന്താടോ? എനിക്കെന്താ തിരിച്ചു പറഞ്ഞൂടെ? താൻ എന്താ വിചാരിച്ചേ? പണ്ടത്തെ പോലെ തന്നെ പെൺകുട്ടികള് വാ മൂടിക്കെട്ടി വെച്ച് നടക്കണമെന്നോ? താൻ സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികൾക്കും അറിയാം. സംസാരിച്ചോ, നന്നായിട്ട് സംസാരിച്ചോ. എന്തായാലും ഇവിടെ വെച്ച് മുൻകൂട്ടി കണ്ടത് നന്നായി. നീ എങ്ങാനും വന്ന് എന്റെ തലയിൽ പെട്ടിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയനെ. അതിന് താൻ പേടിക്കണ്ട, തന്റെ തലയിൽ ആരും കുടുങ്ങില്ല. താൻ ഈ ജന്മം മുഴുവൻ മാട്രിമോണിയിൽ കയറി നടക്കേയുള്ളൂ. താനൊന്ന് പോയേ. ഞാൻ പോവാ. തന്റെ പേരെന്താ? അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ഈ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടാ. പത്മ. പേരൊക്കെ നല്ലതാ. ഈ സ്വഭാവം കൂടി നന്നായിരുന്നെങ്കിലേ കുറച്ചുകൂടി നന്നായിരുന്നേനെ. പോട്ടെ. ഏയ്, പുറകീന്ന് വിളിക്കല്ലേ. എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഒരു കാഴ്ച കൂടി കാണാനുള്ള താല്പര്യവുമില്ല. ഞാൻ പോവാ. ഗുഡ് ബൈ. ശരിക്കും വട്ട് തന്നെയാ അയാൾക്ക്. ആയിരിക്കും. ആഹാ, കണ്ടോടാ? ആ, കണ്ടു. ആ, എങ്ങനെയുണ്ട്? നല്ല കുട്ടിയാ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഓ ഈശ്വര, അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? പിന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെ എന്തൊക്കെയാ സംസാരിച്ചേ? അതൊക്കെ അങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ? ഓ, അല്ല, ആ കുട്ടീനെ വിളിക്കുവോ?
ഇല്ല, ഒരിക്കലും വിളിക്കില്ല. അതെന്താ? അതിന് വേണ്ടതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവൾക്ക് കുറച്ച് കാശ് കൊടുത്തു. അയ്യേ. അതവൾ സ്വീകരിച്ചിട്ടൊന്നുമില്ല. ആ, പക്ഷെ ഇനി ഞാൻ നടക്കുന്ന വഴിയിലൂടെ അവൾ ഉണ്ടാവില്ല, അതുറപ്പാ. നീ ഇതെന്ത് ഭാവിച്ചാടാ? എടാ, നിന്റെ കാര്യം ഓർത്ത് ഞാൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് അറിയൂ? നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത് ഞാനാണെന്നുള്ള കുറ്റബോധത്തിലാ ഓരോ ദിവസവും ഞാൻ തള്ളി നിൽക്കുന്നത്. അതറിയോ നിനക്ക്? അതൊക്കെ മാറ്റാൻ വേണ്ടിട്ടാ നിന്നോട് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് അല്ല, കിട്ടുന്ന ശമ്പളത്തിന്റെ പാതി മുഴുവനും ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുകയാണല്ലോ നീ. അതിന്റെ കാരണം ആരാ? നീ അല്ല, ആ അമ്മാവൻ. ഞാനോ? അമ്മാവൻ ഈ പണി നിർത്തിയാലേ എനിക്ക് കുറച്ച് കാശ് സേവ് ചെയ്യാൻ പറ്റും. നിന്നെ ഇനി എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. മോനെ, നീ ഇനി ആരെയും കാണാൻ പോകണ്ട കേട്ടാ. ഞാൻ കാണാൻ പോകും, ഉറപ്പിക്കും. നിന്നോട് കെട്ടാൻ പറയുന്നു, നീ കെട്ടുന്നു. കെട്ടും കെട്ടും. ആ, ദേ, കനത്ത വാക്കുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലേ അവസാനം ഈ വയസ്സാം കാലത്ത് അമ്മാവൻ കിട്ടും. പബ്ലിക് ആണെന്ന് ഞാൻ നോക്കില്ല, ഒറ്റ അരി അടിച്ചെന്നാണല്ലോ ഞാൻ. എന്നാ പിന്നെ ഇങ്ങി താ. അമ്മാവന്റെ ഒരു അടി കൊണ്ടത് ഓർമ്മയെ പോലും ഇല്ല. എന്റെ അമ്മാവ, അവിടെ വന്നിരിക്കുന്ന പെൺകൊച്ചൊരു നല്ല സുന്ദരി കൊച്ചാ. എന്നെ പോലെ ഒരു രണ്ടാം കെട്ടുകാരനെ ഒന്നും അതിന്റെ തലയിൽ കെട്ടിവെക്കണ്ട. അതിന് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അങ്ങ് പൊക്കോട്ടെ.